ദൈവത്തിൻ്റെ സമയം വളരെ ചുരുക്കമായി മാത്രം ഞാൻ ഇതിനെ കൊണ്ടുപോവുകയാണ്. 75-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും എന്ന് പറയുകയാണ്. സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറയുകയാണ്. വിധിക്കുവാൻ തക്കവണ്ണം ദൈവത്തിനൊരു സമയമുണ്ട്. സാഹചര്യം ഒത്തുവരുമ്പോൾ ഞാൻ വിധിക്കാമെന്നല്ല പറഞ്ഞത്, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവത്തിൻ്റെ വിധിക്ക് 2 സംഗതികളാണ് അവിടെ പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വിധി നേരുള്ള വിധിയായിരിക്കും. 2, ദൈവത്തിൻ്റെ വിധി കറക്റ്റ് സമയത്തായിരിക്കും ദൈവം വിധിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധികൾ വെളിപ്പെടുവാൻ താമസിക്കുകയില്ല. അത് കൃത്യസമയത്ത് തന്നെ, ദൈവം നിശ്ചയിച്ച സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ന്യായവിധികൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള നീതിയുള്ള വിധികൾ വെളിപ്പെടുക തന്നെ ചെയ്യുക. അതൊരിക്കലും താമസിക്കുകയില്ല. നിങ്ങൾ ഒരുപക്ഷെ ദൈവം എവിടെ, എനിക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നവൻ എവിടെ, എനിക്ക് വേണ്ടി നീതിയുള്ള ദൈവം എവിടെ എന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടേക്കാം. എന്നാൽ ആശങ്കപ്പെടരുത്. സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിക്കുക. ദൈവത്തിൻ്റെ വിധി പുറപ്പെടുവാൻ, ദൈവത്തിൻ്റെ ന്യായസിംഹാസനം ഇടുവാൻ ദൈവം കൃത്യമായ ഒരു സമയം ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ദൈവം നിശ്ചയമായ ആമേൻ ആ ദൈവത്തിൻ്റെ വിധി പുറപ്പെടുക. സ്തോത്ര. 20 സംവത്സരത്തോളം യാക്കോബ് ലാബാന്റെ ഗൃഹത്തിൽ താമസിച്ചോ. ലാബാന്റെ ഗൃഹത്തിൽ 2 ദശാബ്ദക്കാല യാക്കോബ് താമസിച്ചോ. അവിടെ വെച്ച് 10 പ്രാവശ്യം ലാബാൻ യാക്കോബിനോട് തൻ്റെ പ്രതിഫലത്തെ ആവർത്തിച്ച് മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് പുറപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം സ്തോത്ര യാക്കോബിനെ പിന്തുടർന്ന് വന്ന് പിടിച്ച് എതിരിടുന്ന ലാബാനെ നോക്കി യാക്കോബ് പറയുന്ന ഒരു ഭാഗമുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ദൈവം ന്യായം വിധിച്ചു. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെയും ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. എൻ്റെ സഹോദരങ്ങളെ, 10 പ്രാവശ്യം പ്രതിഫലം മാറ്റുമ്പോൾ ദൈവം എന്താ ന്യായവിധിയുടെ ശബ്ദം കേൾപ്പിക്കാഞ്ഞത്? ആമേൻ. റാഹേൽ എന്ന് പറഞ്ഞ് ലേ കൊടുത്ത ആ ചതിവിൻ്റെ രാത്രിയിൽ ദൈവം എന്താ ന്യായം വിധിക്കാഞ്ഞത്? പകലത്തെ വെയിൽ കൊണ്ട് രാത്രിയിലെ ശീതം കൊണ്ടോ യാക്കോബ് ക്ഷയിച്ചു പോകുന്നുവെന്ന് യാക്കോബ് പറഞ്ഞ ദിനരാത്രങ്ങളിൽ എന്താ ദൈവം ഒരു ന്യായവിധി കേൾപ്പിക്കാഞ്ഞത്? പകരം 20 ദശാബ്ദത്തോളം അനന്തരം അപ്പുറം യാക്കോബ് പറയുകയാണ്, കഴിഞ്ഞ രാത്രി ദൈവം എനിക്ക് വേണ്ടി ന്യായം വിധിച്ചോ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മൾ ചിന്തിക്കുന്ന പല രാത്രികളിലും ദൈവം ന്യായം വിധിക്കാതിരുന്നേക്കാം. കാരണം ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്. റാഹേലിന് പകരം യാക്കോബിന്റെ മേൽ വെച്ചു കൊടുക്കുമ്പോൾ ദൈവം ന്യായം വിധിച്ചില്ല. പകരം ദൈവം അത് യാക്കോബിനൊരു അനുഗ്രഹമാക്കി കൊടുത്തു. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചിലത് ന്യായം വിധിക്കാതിരിക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹമാക്കി തരികയാണ്. റാഹേലിന് പകരം കൊടുത്തോ, പക്ഷെ ദൈവം യാക്കോബിന്റെ അടുക്കൽ മൗനമായിരുന്നു. യാക്കോബ് അനുഭവിച്ച അനീതിക്ക്, യാക്കോബ് അനുഭവിക്കുന്ന അന്യായത്തിന് ലാബാൻ യാക്കോബിന്റെ നേരെ വാക്കുമാറ്റുമ്പോൾ ദൈവം മൗനമായിരുന്നു. അതിന് തുടർന്നും പിന്നെയും ആവർത്തിച്ച് യാക്കോബ് പരിഹസിക്കപ്പെടുകയാണ്. യാക്കോബ് പകൽ വെയിൽ കൊണ്ടോ രാത്രി ശീതം കൊണ്ടും തളരുകയാണ്. പക്ഷെ ദൈവം ന്യായം വിധിച്ചില്ല. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ദർശനത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് മുൻപോട്ട് പോകുവാൻ, പിടിച്ചു നിൽക്കുവാൻ ദൈവം യാക്കോബിന് കരുത്ത് നൽകിക്കൊണ്ടിരുന്നു. ആമേ. അലരിയുടെയും പുന്നയുടെയും വൃക്ഷത്തിന്റെ കൊമ്പുകൾ വെട്ടിയെടുത്ത് യാക്കോബിനെ ഇപ്പുറത്ത് സമ്പന്നനാക്കുകയായിരുന്നു. നാം കരുതും യാക്കോബ് 20 വർഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നുവെന്ന്. ഇല്ല, വിടുകയ്യനായി ലാബാന്റെ വീട്ടിലേക്ക് കടന്നുപോയ യാക്കോബ് അവിടെ നിന്ന് തിരികെ വരുമ്പോൾ സ്തോത്ര 2 കൂട്ടം ആട്ടിൻകൂട്ടങ്ങൾ 2 കൂട്ടമായി 12 ഗോത്രപിതാക്കന്മാര് ഒരു പെൺകുട്ടിയും ചേർന്ന
ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ ഗോത്രപിതാക്കന്മാരെ അടിസ്ഥാനത്തെ ദൈവം അവിടെ ഇടുകയായിരുന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം എവിടെയൊക്കെയോ നിനക്ക് വേണ്ടി ന്യായം വിധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ദൈവം അവിടെ നിനക്ക് വേണ്ടി ആഴമേറിയ പണികളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാക്കോബേ, ഇന്നലകളിൽ ദൈവം നിനക്ക് വേണ്ടി ശബ്ദിച്ചില്ല, ഇന്നലകളിൽ ദൈവം നിനക്ക് വേണ്ടി മിണ്ടിയില്ല. പക്ഷേ അവിടെ ദൈവം നിനക്ക് വേണ്ടി ഗോത്രപിതാക്കന്മാരെ പണിതെടുക്കുകയായിരുന്നു. അവിടെ ദൈവം നിനക്ക് വേണ്ടി ബലമേറിയ ആടുകളെ നിനക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. അവിടെ നിനക്ക് വേണ്ടി നിന്നോടുകൂടെ തുണയാളികളായി നിൽക്കുവാൻ തക്കവണ്ണ കരുത്തരായ ദാസീദാസന്മാരെ ദൈവം നിനക്ക് വേണ്ടി പണിയിക്കുകയായിരുന്നു. 20 വർഷങ്ങൾ നീ ലാബാന്റെ ഗ്രഹത്തിൽ അന്യദേശത്ത് കിടക്കുമ്പോൾ ഞാൻ നിന്നിൽ കൂടി ഒരു രാഷ്ട്രത്തിന്റെ അടിത്തറ ഇടുകയായിരുന്നു. എന്നാൽ ആ അടിത്തറ പാകിയതിന്റെ അനന്തരമായി ലാബാന്റെ മുഖം യാക്കോബിന്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം യാക്കോബിന്റെ അടുക്കൽ പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്റെ പിതൃഭവനത്തിലേക്ക് ചാർച്ചക്കാരുടെ അടുക്കലേക്കും കടന്നു പോക. അതിന്റെ 42-ാം വാക്യത്തിൽ യാക്കോബ് ലാബാന്റെ അടുക്കൽ പറയുകയാണ്, കഴിഞ്ഞ 20 വർഷങ്ങൾ മിണ്ടാതിരുന്ന ദൈവ കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചോ. കാരണം അതായിരുന്നു എൻ്റെ പുറപ്പാടിൻ്റെ സമയം. മലയാളത്തിൽ ന്യായം വിധിച്ചു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആൻഡ് റിബ്യൂക്ക്ഡ് thee yesterday night. ഇന്നലെ രാത്രി ദൈവം നിന്നെ ശാസിച്ചോ. ഇന്നലെ രാത്രി ദൈവം നിന്നെ ശാസിച്ചോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, സമയം വരുമ്പോൾ ദൈവം ചിലതിനെ അടിക്കുക, സമയം വരുമ്പോൾ ദൈവം ചിലതിനെ റിബ്യൂക്ക് ചെയ്യുക, സമയം വരുമ്പോൾ ദൈവം ചിലതിനെ പിടിച്ചു കിട്ടുക. അതുവരെയും ദൈവം അവനെ നിനക്കെതിരെ നിർത്തിയിരിക്കുന്നത്, അതുവരെയും ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ, അതുവരെയും ദൈവം നിന്നെ പകലിലെ വെയിൽ കൊണ്ട് രാത്രിയിലെ ശീതം കൊണ്ട് നിന്നെ തളർത്തി കളയുന്നുവെന്ന് തോന്നുന്നത് നിന്നെക്കുറിച്ച് ഉത്തരവാദിത്തമില്ലാഞ്ഞിട്ടോ, നിന്നെക്കുറിച്ച് ചിന്താബോധമില്ലാഞ്ഞിട്ടോ അല്ല. അതിനപ്പുറം അവൻ മറുപൊരുളായി നിന്നെ പണിതെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, എൻ്റെ ദൈവം ന്യായവിധിക്ക് ഒരു സമയം കുറിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ പുറപ്പാടിന് ഒരു സമയം കുറിച്ചിട്ടിട്ടുണ്ട്. സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിക്കും. സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിക്കുക. സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിച്ചോ. എൻ്റെ സഹോദരങ്ങളെ, 20 വർഷത്തെ പീഡനത്തെ അവസാനിപ്പിക്കാൻ എൻ്റെ ദൈവത്തിനൊരൊറ്റ രാത്രി മതിയായിരുന്നു. 20 വർഷത്തെ മേലാളിത്തത്തെ അവസാനിപ്പിക്കുവാൻ ദൈവത്തിനൊരൊറ്റ രാത്രി മതിയായിരുന്നു. സമയം വരുമ്പോൾ അവൻ നേരോടെ വിധിക്കുക. The Lord shall rebuke your enemy. The Lord shall rebuke your adversary. പക്ഷേ അത് upright ആയിട്ട് അതിൻ്റെ ആ ടൈമിൽ മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ. ഇന്ന് പകൽക്കാലം നിനക്കെതിരായി ശത്രു പ്രബലനായി നിൽക്കുന്നത് കണ്ട്, നിനക്കെതിരെ ശത്രു കൊഞ്ഞനം കുത്തുന്നത് കണ്ട് നിന്റെ ഹൃദയം അധൈര്യപ്പെട്ടു പോകരുത്. സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിക്കുക. ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവം അതിനെ ചെയ്യുക. നീണ്ട 9 ബാധകളിൽ അല്ല, നീണ്ട 10 ബാധകളിൽ ഫറവോനെ ഛേദിച്ചു കളയാതെ നിർത്തിയ ദൈവ ചെങ്കടലിന്റെ തീരത്ത് സമയം വന്നപ്പോൾ അവനെ നിർമൂലമാക്കിയെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി നീതിയായി അപ്രൈറ്റ്ലി നേരോടെ ന്യായം വിധിപ്പാൻ ദൈവം ഒരു സമയം എഴുതിയിട്ടിട്ടുണ്ടെന്ന്. നിന്റെ കമ്പനിയിലായിരിക്കുക, നിന്റെ ഓഫീസിലായിരിക്കുക, നിന്റെ കുടുംബത്തിലായിരിക്കുക, നിന്റെ അയൽപക്കത്തായിരിക്കുക, നിരന്തര ശത്രു നിന്നെ വേട്ടയാടിയിട്ട് ദൈവം എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് നീ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. At the right time, uprightly, God shall manifest as the real judge. ദൈവത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനം നിനക്ക് വേണ്ടി ദൈവം പ്രദർശിപ്പിക്കുക. അവന്റെ നീതിയുള്ള ചെങ്കാൽ നിനക്ക് വേണ്ടി ഉയർത്തപ്പെടാ. ആ ദിവസത്തിൽ ദൈവം നിനക്ക് വേണ്ടി ന്യായം വിധിക്കുക. അവന്റെ ന്യായവിധികൾ താമസിക്കുകയില്ല. അവന്റെ നീതിയുള്ള ന്യായവിധികൾ നിമിത്തം യഹൂദ പുത്രിമാർ ആനന്ദിക്കുകയോ, സിയോന്റെ പുത്രിമാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യുക. ഇന്ന് രാത്രി, ഇന്ന് പകൽ നീ വിശ്വസിച്ചാട്ട് നീ ആനന്ദിപ്പാൻ, നീ തുള്ളിച്ചാടാൻ, നീ ഉല്ലസിപ്പാൻ തക്കവണ്ണ യഹോവ ജാതികളെ ന്യായം വിധിക്കുക. യഹോവ ഭൂമിയെ ന്യായം വിധിക്കുക. യഹോവ ദേവന്മാരെ ന്യായം വിധിക്കുക. യഹോവ പിശാചുക്കളെ ന്യായം വിധിക്കുക. എൻ്റെ ദൈവ സകല സിംഹാസനങ്ങൾക്ക് അത്യന്തം മീതെ ഉയർന്നവനും ഉന്നതനുമായി ഇരിക്കുന്നെങ്കിൽ വിശ്വസിക്കുക. At the right time, uprightly, he shall judge. അവൻ ന്യായം വിധിക്കുക. He shall rebuke the adversary. He shall judge uprightly. സമയം വരുമ്പോൾ അവൻ നേരോടെ ന്യായം വിധിക്കുക. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. Time for God's judgment.
ദൈവത്തിൻ്റെ സമയം വരുമ്പോഴേ അവൻ വിധിക്കത്തുള്ളൂ. അതുവരെ ദൈവം മൗനമായിരിക്കും. എന്നാൽ വിധിക്കുന്ന നാളിൽ ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഇതൊക്കെയും നീ ചെയ്തു, ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് ആമേൻ, ഞാനും നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. അല്ലല്ലല്ല. ഇന്ന് പകൽ ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം. ഹാമാൻ നിനക്കെതിരെ എഴുത്തെഴുതുമ്പോൾ ദൈവം മിണ്ടത്തില്ല. ഹാമാൻ നിനക്കെതിരെ ഡേറ്റ് കുറിക്കുമ്പോൾ ദൈവം മിണ്ടത്തില്ല. 50 അടി ഉയരമുള്ള കഴുമരം അവൻ വീട്ടിൽ ചീകി മിനുക്കുമ്പോൾ ദൈവം അവനെതിരെ മിണ്ടത്തില്ല. അവൻ നിരന്തരം ഉറക്കമില്ലാതെ രാജാവിൻ്റെ കൊട്ടാരവാതിൽക്കൽ, അന്തഃപുരത്തിൻ്റെ പടിവാതിൽക്കൽ ഉറക്കമില്ലാതെ നടക്കുമ്പോഴോ ദൈവം അവനെതിരെ മിണ്ടത്തില്ല. ആമേൻ. രാജ്ഞിയുടെ വിരുന്നുശാലയിലേക്ക് അവൻ 1-ാം ദിവസവും 2-ാം ദിവസവും വിളിക്കപ്പെടുന്ന ദിവസങ്ങളിലോ ദൈവം അവനെതിരെ മിണ്ടത്തില്ല. പക്ഷെ ദൈവം അവനെതിരെ മിണ്ടുന്ന ഒരു ദിവസമുണ്ട്. നീ അധൈര്യപ്പെടരുത്. സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിക്കും. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കട്ടെ, സമയം വേഗത്തിൽ പോകുന്നു. സ്തോത്രം. ലേവ്യ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇസ്രായേലിന് ഒരു പൗരോഹിത്യ ഗണത്തെ വേർതിരിക്കുകയാണ്. ഒരു പൗരോഹിത്യ ഗണത്തെ ദൈവം വേർതിരിക്കുമ്പോൾ ആ പൗരോഹിത്യ ഗണത്തെ മഹത്വത്തിനും അലങ്കാരത്തിനുമായുള്ള ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുമ്പേ ദൈവം അവരെ ശുദ്ധീകരിക്കുകയാണ്. ആ ശുദ്ധീകരണത്തിൻ്റെ പേർ കരപൂരണമെന്നാണ് പറയുന്നത്. ആ കരപൂരണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഒറ്റ ഭാഗം മാത്രം ഞാൻ പറയാം. ആ കരപൂരണത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 8-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ കരപൂരണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ 7 ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. 7 ദിവസം അവൻ നിങ്ങൾക്ക് കരപൂരണം ചെയ്യും. ആർക്ക് കരപൂരണം ചെയ്യുക? ദൈവം തൻ്റെ പുരോഹിതന്മാർക്ക് കരപൂരണം ചെയ്യുക. ദൈവം പറയുകയാണ്, കരപൂരണം എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. കരപൂരണ തൈലമൊഴിക്കുക. 2 വിധത്തിലാണ് കരപൂരണം ചെയ്യുന്നത്. ഒന്ന്, കരപൂരണത്തിൻ്റെ തൈലാഭിഷേകമുണ്ട്. ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ആമേൻ, ലേവ്യ പൗരോഹിത്യത്തിന് ഒരുവൻ വേർതിരിക്കപ്പെടുമ്പോൾ ഒന്ന്, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇസ്രായേലിൻ്റെ സർവ്വസഭയും കാണുകെ പുരോഹിത പുത്രന്മാരെയും പുരോഹിതരെയും നടുവിൽ നിർത്തി അവൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ തൈലമൊഴിക്കുക. അഹരോൻ്റെ തലയിൽ നിന്ന് താടിയിൽ നിന്ന് വസ്ത്രത്തിൻ്റെ വിളുമ്പ് വരെ ഒഴുകുന്ന മണമേറിയ ശുദ്ധമായ സുഗന്ധപൂരിതമായിരിക്കുന്ന അഭിഷേകത്തിൻ്റെ തൈല. എന്നാൽ അഭിഷേകം കൊണ്ട് മാത്രം അവൻ കരപൂരണം കഴിക്കപ്പെടത്തില്ല. അവനെ ദൈവാലയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി, സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് കൊണ്ടുപോയി അവനെ പൂട്ടിയിടുക. ഇന്ന് പകൽക്കാല നീ ഒരു കാര്യം തിരിച്ചറിയണം. ദൈവത്തിനൊരു സമയമുണ്ട്, അത് നിന്നെ പൂട്ടിയിടുന്ന സമയമാണ്. ദൈവത്തിനൊരു സമയമുണ്ട്, അത് നിന്നെ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് കയറ്റി നിന്നെ അടച്ചിടുന്ന സമയമാണ്. ആമേ. ഇസ്രായേലിലെ രൂബേനും ശിമയോനും നഫ്താലിയും ദാനും ഗാദറും ആശേർ ബെന്യാമീനും യോസേഫും എഫ്രൈമും മനശ്ശെയോ തനിക്ക് തോന്നുന്നത് പോലെ തെക്കും വടക്കും നടക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറും റോന്തു ചുറ്റുമ്പോൾ ലേവ്യ പുത്രന്മാരിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത ഗണങ്ങൾ മാത്രം ദൈവാലയത്തിൻ്റെ അകത്തളത്തിൽ അടയപ്പെട്ട വാതിലിനകത്തിരിക്കുകയാണ്. എന്താണ് കാരണം? അവനെ ദൈവം കരപൂരണം ചെയ്യുകയാണ്. നിന്റെ സഹപാഠികളും നിന്റെ സ്നേഹിതരും നിന്നെക്കാട്ടിലും അതിവേഗത്തിൽ ബഹുദൂരം മുന്നിലോടുമ്പോൾ എവിടെയോ നീ പിന്നിലായിപ്പോയി. നിന്റെ വാതിലുകൾ മാത്രമെന്താ അടയപ്പെട്ടിരിക്കുന്നത്? നിന്റെ ജീവിതം മാത്രമെന്താ ഇങ്ങനെ എവിടെയോ കുരുങ്ങപ്പെട്ടിരിക്കുന്നതെന്ന് നീ ആശങ്കപ്പെടുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം. പുരോഹിതനെ 7 ദിവസങ്ങൾ അകത്തിട്ട് ദൈവം കരപൂരണം ചെയ്യുക. പുരോഹിതനെ അകത്തിട്ട് കരപൂരണം ചെയ്യുക. ആ 7 ദിവസങ്ങൾ അവന് വെളിയിലിറങ്ങാൻ അനുവാദമില്ല. ആ 7 ദിവസങ്ങൾ അവനൊരു ജോലിക്ക് പോകാൻ കഴിയത്തില്ല. അവനൊരു പുതിയ വഴി തുറക്കത്തില്ല. അവനൊരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കത്തില്ല. അവനൊരു ബിസിനസ് ഓപ്പൺ ആകത്തില്ല. അവനൊരു നന്മ വെളിപ്പെട്ട് വരത്തില്ല. അവൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കല്യാണം നടക്കത്തില്ല. അവന് യാതൊരു നന്മയും ഉണ്ടാകത്തില്ല. 7 ദിവസം സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനകത്ത്, അടയപ്പെട്ട വാതിലിനകത്ത് അവൻ ഒറ്റപ്പെട്ട് കിടക്കുക. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ദൈവത്തിനൊരു സീസൺ ഉണ്ട്. നിന്നെ അകത്തിട്ട് അടയ്ക്കുന്ന ഒരു സീസൺ. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് നിനക്ക് പുറത്തു പോകാൻ കഴിയത്തില്ല. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട്
പുറത്തു പോകാൻ കഴിയത്തില്ല. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് സൂര്യ വെളിച്ചം കടക്കാതെ മെനോറയുടെ വെളിച്ചത്തിൽ മാത്രം ആമേൻ അകത്ത് 7 ദിവസം ഇരിക്കുകയാണ്. ആമേൻ 25 ലക്ഷത്തിലധികം പുരുഷാരമുള്ള പാളയത്തെ ഒന്ന് എത്തി നോക്കാൻ കഴിയാതെ സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനകത്തിരിക്കുകയാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും ഇന്ന് പകൽ ഞാൻ ചോദിക്കുകയാണ്, ഹാവ് യു എവർ കോട്ട് അപ്പ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെങ്കിലും നിങ്ങളെ ദൈവം അടച്ചിട്ടിട്ടുണ്ടോ? അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കരപൂരണം ചെയ്യുകയാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ശുശ്രൂഷകനായി ഞാൻ നിൽക്കുന്നത് അനുഭവിച്ച വ്യഥകളുടെയോ അനുഭവിച്ച കഷ്ടരാത്രികളുടെയോ അടയപ്പെട്ട ദൈവാലയത്തിനകത്തിരുന്ന് കരപൂരണം കഴിക്കപ്പെട്ടുവെന്നുള്ള ചങ്കുറപ്പിനകത്തും തൻ്റെ ഇടത്തിനുമകത്ത് ഒരു മധ്യസ്ഥൻ്റെയോ ഒരു ഒത്താശയുടെയോ ഒരു സംഘടനയുടെയോ ഒരു ആശാരിമാരുടെയോ ഒത്താശയ്ക്കകത്തല്ല, പകരം ഇരുന്ന പ്രാർത്ഥന പായിക്കകത്ത് അടയപ്പെട്ട ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിൽ ദൈവം തുറക്കുന്ന വഴി മാത്രം മതി എന്ന് പറഞ്ഞ് തമ്പുരാന്റെ അകത്തിരുന്ന് കരപൂരണം ചെയ്യപ്പെട്ടതിൻ്റെ ആ ചങ്കൂറ്റത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് പറയാ, അടയപ്പെട്ട വാതിലുകളിൽ നീ കരപൂരണം ചെയ്യപ്പെടുമ്പോൾ നിന്റെ ചങ്കു പൊട്ടുന്ന വേദനയുണ്ടാകാം, നിന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടാകാം. പക്ഷെ നീ അധൈര്യപ്പെടരുത്. പിന്നത്തേതിൽ നിന്റെ ചങ്കുറപ്പ്, നിന്റെ നെറ്റിത്തടത്തിന്റെ ധൈര്യം അന്ന് അടയപ്പെട്ട കരപൂരണത്തിന്റെ ദിവസങ്ങളാ. ലാർഭന പ്രവാസിയ പ്രൗലഹർത്തനാദിയ ലഖട്ടന മരകതുരാദിയ ലഖരമന പ്രവാസിയ. എന്നും ഫിലദൽഫിയയുടെ മുൻപാകെ വാതിൽ തുറന്നതുപോലെ നിന്റെ മുൻപാകെ വാതിൽ തുറന്നു വെക്കുമെന്ന് ചിന്തിക്കരുത്. എന്നും നിന്റെ മുൻപാകെ സാധ്യതകൾ തുറന്നു നിൽക്കുമെന്ന് ചിന്തിക്കരുത്. എന്നും സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായിരിക്കുമെന്ന് ചിന്തിക്കരുത്. നിന്റെ ലൈഫിൽ ഒരു സീസൺ ഉണ്ട്, സീസൺ ഓഫ് കോൺസിക്രേഷൻ, കരപൂരണത്തിന്റെ ദിവസങ്ങൾ. വാതിലുകളെല്ലാം അടയും. കരപൂരണം കഴിയുവോളം നിന്നെ പുറത്തിറക്കത്തില്ല. ഈ കരപൂരണത്തിൻ്റെ അർത്ഥം കോൺസിക്രേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റിംഗ് ഫോർ ഗോഡ്. ദൈവത്തിനെന്ന് പറഞ്ഞ് ദൈവം ഇങ്ങ് വേർതിരിച്ചെടുക്കും. അടയപ്പെട്ട വാതിലിനകത്ത്, മൂടപ്പെട്ട തിരശീലകൾക്കകത്ത് എവിടെയോ നീ ഒതുക്കപ്പെട്ട ദിനരാത്രങ്ങൾ നീണ്ടുപോകുന്നെങ്കിൽ, കണ്ണുനീരും കൈയുമായി ഒരു പായ്ക്കകത്ത് നീ ഒതുങ്ങുന്നുണ്ടെങ്കിൽ, എല്ലാ സാധ്യതകളും അടഞ്ഞു പോകുമ്പോൾ നീ അറിയേണ്ട യാഥാർത്ഥ്യമുണ്ട്. നീ കരപൂരണം കഴിക്കപ്പെടുകയാണ്. ദൈവത്താൽ കരപൂരണം കഴിക്കപ്പെടുകയാണ്. ദൈവത്താൽ കരപൂരണം കഴിക്കപ്പെടുകയാണ്. 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ മരിക്കാതിരിപ്പാൻ 7 ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. നീ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പാർക്കണം. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നീ ഇങ്ങനെ ചാരിയിരിക്കണം. നിനക്ക് സമാഗമന കൂടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു സാധ്യതയുമില്ലാത്ത ദിനരാത്രങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുന്നു. ഞാൻ ആ വാക്യത്തെ 35-ാം വാക്യത്തെ തിരിച്ചൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് 7 ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. നിനക്കെതിരെ മരണഭാഷങ്ങളുമായി, നിനക്കെതിരെ മരണവില്ലുകളുമായി പിശാച് അടുത്ത് വരുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നെ കരപൂരണം ചെയ്യുവാനാണ് നിൻ്റെ മുമ്പിൽ ദൈവം വഴിയും വാതിലും അടച്ചിട്ട് നിന്നെ അടയ്ക്കുന്നത്. ദൈവത്തിന് അതൊരു പർട്ടിക്കുലർ ടൈമുണ്ട്. ദ ടൈം ഓഫ് ഗാഡ്, ദ സെറ്റ് ടൈം ഓഫ് ഗാഡ്. ദൈവം കൃത്യമായി സമയം എഴുതിയിട്ടിരിക്കുക. ഞാനിവനെ പ്രതിഷ്ഠിച്ച് തീരുവോളം. എത്ര കൈകാലിട്ടടിച്ചാലും എത്ര വെപ്രാളം പിടിച്ചാലും പുറത്തിറക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ കരപൂരണം കഴിയണമെങ്കിൽ 7 ദിവസം വേണം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്ന ഒരു ഭാഗം, പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. കരപൂരണത്തിൻ്റെ ദിവസങ്ങൾ കഴിയും തോറും നീ താണിരിക്കണം. നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു. അടച്ച ദൈവം
376 ദിവസങ്ങൾ, 375 ദിവസങ്ങൾ നോഹയുടെ പെട്ടകത്തെ തുറന്നില്ല. നോഹയുടെ പെട്ടകത്തെ തുറക്കാതിരുന്ന ആ നാളുകളിലൊക്കെയോ നോഹയുടെ പെട്ടകം അലയുകയായിരുന്നു. എന്നാൽ നോഹയുടെ പെട്ടകത്തെ ദൈവം തുറന്നു. എപ്പോഴാണ്? പ്രാവ് ഇല കൊണ്ടുവന്നപ്പോഴല്ല, പകരം നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചപ്പോൾ. ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആൻഡ് ദ ആർക്ക് വാസ് റെസ്റ്റഡ് അപ്പോൺ ദ മൗണ്ട് അരാറാത്ത്. മൗണ്ട് അരാറാത്തിൽ പെട്ടകം വിശ്രമിച്ചു. ദൈവം വാതിൽ തുറന്നു. നിനക്കൊരു വിശ്രമ സ്ഥലം ഒരുക്കിയിട്ടേ ദൈവം വാതിൽ തുറക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ആരെയോ തൊടുന്നു. നീ അലയാൻ ദൈവം തുറക്കത്തില്ല. നീ അലയാൻ ദൈവം തുറക്കത്തില്ല. നീ അലയാൻ ദൈവം തുറക്കത്തില്ല. The ark shall be rested upon the mount Ararat, and the door shall be opened for you. പെട്ടകം അരാരാത്തിൽ ഉറയ്ക്കും, നിന്റെ വാതിൽ തുറക്കപ്പെടും. The ark shall be rested upon the mount Ararat, and the door shall be opened. കുഞ്ഞേ, നിന്റെ കരപൂരണം കഴിയും. കുഞ്ഞേ, നിന്റെ പെട്ടകമരുടെ തുറയ്ക്കും. കുഞ്ഞേ, നിന്റെ വാതിൽ തുറക്കുകയും ചെയ്യും. ഇത് ദൈവത്തിന്റെ നീതി, ഇത് ദൈവത്തിന്റെ ശക്തി, ഇത് ദൈവത്തിന്റെ മഹത്വം. Yes, the season shall be changed, and the ark shall be rested upon the mount Ararat, and the door shall be open for you. As the prophetic anointing, as a prophet of God, I prophesy on you. I command in Holy Spirit, the door shall be opened. കാക്കയ്ക്കും പ്രാവിനും വാതിൽ തുറക്കും, പക്ഷേ അഭിഷക്തന് വാതിൽ തുറക്കാൻ പിന്നെയും താമസിക്കും. കാക്കയ്ക്കും പ്രാവിനും വാതിൽ തുറക്കും, പക്ഷേ അഭിഷക്തന് വാതിൽ തുറക്കാൻ പിന്നെയും താമസിക്കും. ഞാൻ ആവർത്തിക്കട്ടെ, കാക്കയ്ക്കും പ്രാവിനും വാതിൽ തുറക്കും, പക്ഷേ അഭിഷക്തന് വാതിൽ തുറക്കാൻ പിന്നെയും താമസിക്കും. Trust in the timing of God and you shall not be humiliated. നീ ലജ്ജിച്ചു പോകത്തില്ല. Oh, at the appointed time, at the set time, your door shall be opened. Larkatena manamjiri pravari leirteneke tormenasa pravajiya. ഗലാത്യ ലേഖന 4-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അവകാശി സകലത്തിനും യജമാനൻ, പക്ഷേ അവൻ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പേരെന്താണെന്നറിയാമോ? അവകാശി എന്ന പേരെന്താണെന്നറിയാമോ? മകൻ എന്ന പേരെന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പൊന്നുമോനാണെന്ന പേരെന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ചങ്കാണെന്ന. പക്ഷേ ആ വീട്ടിലെ പണിക്കാരൻ കൂലി മേടിച്ചോണ്ട് പോകുന്ന പണിക്കാരനെക്കാട്ടില 50 പൈസയുടെ വിശേഷത അവന് കൊടുക്കുന്നില്ല. എന്നാൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്ക്, ഗ്രഹവിചാരകന്മാർക്ക് കീഴ്പ്പെട്ടവനത്രേ. എന്ന് പറഞ്ഞാൽ നീ ഗ്രഹവിചാരകന്മാർക്ക്, ആമേൻ, രക്ഷകന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പാൻ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ആ അവധി കഴിയുമ്പോൾ നീ അവകാശിയാണെന്ന് നിന്നോട് ദൈവത്തിന് എത്ര പ്രിയമുണ്ടായിരുന്നുവെന്ന്. ഇന്ന് പകൽ ഞാനൊരു യാഥാർത്ഥ്യം പറയാം. ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട്, പക്ഷെ അതെപ്പോഴും വെളിപ്പെടുത്തത്തില്ല. At the right time he shall manifest his love. ലാസർ വയ്യാതായി. മറിയയും മാർത്തയും ചിന്തിച്ചു കർത്താവിന് നമ്മളോട് സ്നേഹമുണ്ടെന്ന്. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം
ലാസറിൻ്റെ രോഗക്കിടക്കയിൽ വെളിപ്പെട്ടില്ല. ലാസർ മരിച്ചു, അടക്കത്തിനെങ്കിലും ഒന്ന് വരുമെന്ന് ചിന്തിച്ചോ. പക്ഷേ യേശുവിൻ്റെ സ്നേഹം വെളിപ്പെട്ടില്ല. ദിവസം 4 എത്തുമ്പോൾ ലാസറിൻ്റെ വീട്ടിലേക്ക് യേശു കടന്നു വന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ച് ചുവന്ന് കലങ്ങി ആ കണ്ണുകളെ നോക്കിയിട്ട് അവിടെ നിന്ന് യഹൂദന്മാർ പറഞ്ഞു, നോക്കൂ, അവൻ ഇവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. നിന്റെ രോഗക്കിടക്കയിലല്ല ദൈവസ്നേഹം വെളിപ്പെടുന്നത്, നിന്റെ മരണദിനത്തിലുമല്ല ദൈവസ്നേഹം വെളിപ്പെടുന്നത്. അതിനപ്പുറം നിന്റെ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമുണ്ട്, നിനക്ക് വേണ്ടി ദൈവം കുറിച്ചിട്ടിട്ടുണ്ട്. നീ തീർന്നെന്ന് മനുഷ്യൻ പറയുമ്പോഴോ, നിന്റെ കച്ചവടം പൂട്ടിയെന്ന് മനുഷ്യൻ പറയുമ്പോഴോ, നിന്നെ പെട്ടിയിൽ അടച്ചെന്ന് മനുഷ്യൻ പറയുമ്പോഴോ ദൈവം മിണ്ടാതിരിക്കോ. പക്ഷെ 4-മതൊരു ദിവസം ദൈവം കുറിച്ചിട്ടിട്ടുണ്ട്. He shall manifest his love. നിന്നോട് അവൻ എത്ര പ്രിയമുണ്ടായിരുന്നെന്ന്, നിന്നോട് അവൻ എത്ര കരുതലുണ്ടായിരുന്നെന്ന്. ജീസസ്, ജീസസ്, ജീസസ്. ഇന്ന് പകൽ അധൈര്യപ്പെടരുത്. Until the time appointed of the Father. Until the time appointed of the Father. പക്ഷേ ആ ഫാദറിൻ്റെ, അപ്പൻ്റെ അപ്പോയിൻറ്റഡ് ടൈം വന്ന് കഴിയുമ്പോൾ, ഇന്നലെ വരെ അവൻ്റെ മണ്ടയ്ക്ക് നിന്ന് ചെണ്ട കൊട്ടിയ രക്ഷകന്മാരും ഗ്രഹവിചാരകന്മാരും അവൻ്റെ താഴെയായിത്തീരും. ജീസസ്, ട്രസ്റ്റ് ഇൻ ദ അപ്പോയിൻറ്റഡ് ടൈം ഓഫ് യുവർ ഫാദർ. സംഗതി നേരെ തിരിയും. പിതാവ് ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനൊരു അടുത്ത ഭാഗത്തിലേക്ക് കയറി ഒരു 3 വാക്യങ്ങളെ കട്ടകട്ടാ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം. എന്നാൽ അതിനപ്പുറമായി നമുക്കൊരു കാര്യം ചെയ്യുവാൻ കഴിയും. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നാഴികകളെ, നമ്മുടെ സമയത്തെ, വിടുതലിൻ്റെ സമയങ്ങളെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. മത്തായി 8:13, പിന്നെ യേശു ശതാധിപനോട്, നീ പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അടുത്ത അധ്യായം 22-ാം വാക്യം, 9-ാം അധ്യായം 22-ാം വാക്യം. യേശു തിരിഞ്ഞവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചുവെന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 53-ാം വാക്യം. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ഞാൻ ഈ 3 വാക്യങ്ങൾ പറയുമ്പോൾ 3 അവറുകൾ, 3 നാഴികകളെ നിങ്ങൾക്ക് കാണാം. ഈ 3 നാഴികകളും എന്തിൻ്റെ നാഴികകളാണ്? വിടുതലിൻ്റെ നാഴികകളാണ്. വിടുതലിൻ്റെ നാഴികകൾ. പക്ഷേ എങ്ങനെയാണ് ഈ വിടുതലിൻ്റെ നാഴികകൾ ഉണ്ടായത്? ആ 3 നാഴികകളിലും യേശു സംസാരിച്ചു. യേശു സംസാരിക്കുന്ന നാഴിക നിന്റെ വിടുതലിൻ്റെ നാഴികയാണ്. മത്തായി 8:13, 9:22, യോഹന്നാൻ 4:53. ഇതിനെക്കാട്ടിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട 3 വാക്യങ്ങളെ പറഞ്ഞു. യേശു സംസാരിച്ച നാഴികയിൽ അവന് സൗഖ്യം വന്നു. യേശു സംസാരിച്ച നാഴികയിൽ വിടുതൽ വന്നു. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നിനക്ക് ദൈവത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നിൻ്റെ സമയം. ദൈവത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുമോ? അതാണ് നിൻ്റെ സമയം. അതെങ്ങനെ സാധിക്കുക? രാത്രിയുടെ യാമങ്ങൾ നിൻ്റെ കിടക്കയിൽ നിന്ന് താഴേക്കിറങ്ങ്, ഒരു പായ വിരിച്ച് അതിനകത്തിരിക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്ത്, അപ്പനോട് ഇടപെട്. നീ ഒരു വാക്ക് പറഞ്ഞിട്ടല്ലാതെ ഞാനിവിടെ നിന്ന് എഴുന്നേക്കത്തില്ലെന്ന് പറ. ദൈവത്തെ കൊണ്ട് സംസാരിപ്പിക്ക്, ദൈവത്തെ കൊണ്ട് സംസാരിപ്പിക്ക്. അവൻ സംസാരിച്ച നാഴിക വിടുതലിൻ്റെ നാഴികയായിരുന്നു. ഈ വർഷം നിനക്ക് വിടുതലുണ്ടാകത്തില്ല, ഈ ആണ്ടിൽ നീ നന്മ കാണത്തില്ല, ഈ ആയുസ്സിൽ നീ രക്ഷപ്പെടത്തില്ലെന്ന് ശത്രു നിനക്കെതിരെ വാദിച്ചു നിൽക്കുമ്പോൾ നീ അപ്പൻ്റെ പാദത്തിലിരുന്ന് കർത്താവിനെ കൊണ്ടൊന്ന് വായി തുറപ്പിക്കാമോ? ദൈവത്തെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാമോ? അവൻ സംസാരിച്ചാൽ ആ നാഴികയിൽ അവൻ സംസാരിച്ചാൽ ആ നാഴികയിൽ വിടുതലാണ്.
എൻ്റെ വിടുതലിൻ്റെ സമയം എൻ്റെ കയ്യിലാണ്. എൻ്റെ രക്ഷയുടെ സമയം എൻ്റെ കയ്യിലാണ്. The time is at hand. എൻ്റെ കയ്യിലാണ് ദൈവസമയം. എങ്ങനെയാ? മിണ്ടാതിരിക്കുന്ന ദൈവത്തെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാം. അപ്പൻ്റെ പാദത്തിങ്കൽ ചെന്ന് കിടന്ന് ഞാൻ ദൈവത്തെ കൊണ്ട് മിണ്ടിക്കുക. എനിക്ക് വേണ്ടി അവനെ കൊണ്ടൊന്ന് വായു തുറപ്പിക്കുക. ഇന്ന് പകൽ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ രാവുകളിൽ ഇരിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ ആമേ എൻ്റെ കടികാരത്തിലെ സൂചി ചലിക്കുന്ന കടാ 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 ശബ്ദം മാത്രം കേൾക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ മുഴങ്കാലിൽ കുത്തിയിരിക്കുക. അവിടെ ഇരുന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ സംസാരിക്കുക. എൻ്റെ ദൈവത്തെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കുക. അതായിരിക്കും എൻ്റെ ജയത്തിൻ്റെ നാഴിക. I challenge you. I provoke you. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ പ്രൊവോക്ക് ചെയ്ത് വിടുകയാ. രാത്രിയുടെ യാമങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് അപ്പനെ കൊണ്ടൊന്ന് മിണ്ടിക്ക്. ഇതിനൊരു വിടുതൽ കാണാതെ, ഇതിനൊരു പരിഹാരം കാണാതെ ഞാൻ എൻ്റെ ശയ്യമേ കയറി കിടക്കത്തില്ല. ഞാൻ എൻ്റെ കൂടാര വിട്ട് കിടക്കത്തില്ല. I need a breakthrough. I need a deliverance. I need a season change. I need a miracle. I shall sit in the presence. I shall lie down on his feet. അവന്റെ പാദത്തിങ്കൽ ഞാൻ കിടക്കാം. ഞാൻ ചില അത്ഭുതങ്ങളെ സ്ഥാപിപ്പിച്ചെടുക്കാം. At the same hour which he speaks, the miracle will happen. The breakthrough will happen. Lakatia ramachartuni betania ralmena kartanadia ralsekatania. എനിക്ക് ഉറങ്ങാൻ ഇനി ഒത്തിരി രാത്രിയുണ്ട്. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ ഈ രാത്രിയുള്ളെന്ന് പറ. എനിക്ക് വിശ്രമിക്കാൻ ഒത്തിരി രാത്രിയുണ്ട്. പക്ഷേ എനിക്ക് പോരാടാൻ ഈ രാത്രിയുള്ളെന്ന് പറ. I shall strive in the presence of God. ഞാൻ രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരുന്ന് പോരടിക്കാം. എൻ്റെ ദൈവത്തെ കൊണ്ട് ഞാൻ വാതുറപ്പിക്കാം. ജീസസ്, ജീസസ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കണം. ശിശുവിനെ പോലെ. ആമേ. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിലേ അവരുടെ മുമ്പിൽ ഇങ്ങനെ നിങ്ങൾ ചുണ്ടുകൾ മുറുക്കി അടച്ചു പിടിച്ച് ഒരു 5 മിനിറ്റ് ഇരുന്ന് നോക്കിയേ. അവരെന്തോ ചെയ്യുമെന്നറിയാമോ? ആദ്യം നിങ്ങളിങ്ങനെ തോണ്ടിയിട്ട് പറയും, വർത്താനം പറയുക. എന്നിട്ടും വർത്താനം പറഞ്ഞില്ലെങ്കിൽ ആ കുഞ്ഞു വിരലുകൊണ്ട് എന്തോ ചെയ്യുമെന്നറിയാമോ? നിങ്ങളുടെ വായിക്കകത്തേക്ക് ഇങ്ങനെ കുത്തിക്കെറ്റിട്ട് പറയുക, അമ്മ മിണ്ടാൻ പറയുക, അപ്പം മിണ്ടാൻ പറയുക. ഇതുപോലെ ദൈവത്തിൻ്റെ വായിൽ വിരലിട്ട് അപ്പനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കും കേൾപ്പുള്ള അഭിഷക്തന്മാരുണ്ടെങ്കിൽ നീ കയറി വാ. നിന്റെ സമയം വരും. I challenge you. I provoke you. ദൈവം സംസാരിച്ചാൽ അതാ എൻ്റെ സമയം. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് പോകാം. മത്തായി സുവിശേഷം 17:18. മത്തായി സുവിശേഷം 17:18. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ആ നാഴിക മുതൽ സൗഖ്യം വന്നു. ഞാനൊരു യാഥാർത്ഥ്യം പറയാം. ചില പൈശാചിക ശക്തികൾ കീഴടങ്ങാത്തിടത്തോളം നിന്റെ വെല്ലുവിളി നിലനിൽക്കാം. In which hour, എവിടെ സാത്താൻ നിന്നെ ഡിപ്പാർട്ട് ചെയ്യുന്നോ, എവിടെ ഭൂതം വിട്ടുപോകുന്നോ, ആ മണിക്കൂർ തുടങ്ങി വിടുതൽ ചലിക്കാൻ തുടങ്ങുക. അതെങ്ങനെ സംഭവിച്ചോ? ആ യേശു ഭൂതത്തെ ശാസിച്ചോ, അതവനെ വിട്ടുപോയി. at the same hour, ആ നാഴികയിൽ തന്നെ ദൈവ അവന് സൗഖ്യം വന്നു. ഇന്ന് പകൽക്കാല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പൈശാചിക ശക്തികളെ പിടിച്ചുകെട്ട്, അന്ധകാര ശക്തികളെ ദൈവാത്മ ബലത്തിൽ ശാസിക്ക, ഭൂതങ്ങളെ കീഴ്പ്പെടുത്ത്. അത് നിന്റെ വിടുതലിൻ്റെ സമയമായിരിക്കും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ വാക്യത്തിലൂടെ കയറട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 23-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ദ അവർ ടു ബി ഗ്ലോറിഫൈഡ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ദ അവർ ടു ബി ഗ്ലോറിഫൈഡ്.
മഹത്വീകരിക്കപ്പെടാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ സമയം വന്നത് എങ്ങനെയാണെന്നറിയാമോ? 12-ാം അധ്യായം 27-ാം വാക്യം. പിതാവേ, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയണ്ടു? എന്നെ രക്ഷിക്കണമേ. ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴികയിലേക്ക് വരുമ്പോൾ ഉള്ളം കലങ്ങുകയാണ്. ഇന്ന് പകൽ നിന്റെ ഉള്ളം കലങ്ങുന്ന സമയങ്ങളെ നോക്കിയിട്ട് പറ, ഇതെൻ്റെ തേജസ്കരിക്കപ്പെടാനുള്ള നാഴികയാണ്. ഹൃദയം ഇടിയുന്ന സാഹചര്യങ്ങളെ നോക്കിയിട്ട് പറ, ഇത് ഞാൻ മഹത്വീകരിക്കപ്പെടാനുള്ള സമയമാണ്. യേശു ആരംഭത്തിൽ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ഉള്ളം കലങ്ങുകയാണ്, എനിക്ക് എന്താ പറയേണ്ടിയെന്നറിയത്തില്ല. ജീവിതത്തിൽ ചില നാഴികകൾ കടന്നു വരും. എന്തോ പറയണമെന്നറിയത്തില്ല, എന്തോ പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല, എന്തോ ചെയ്യണമെന്നറിയത്തില്ല. ഉള്ളം കലങ്ങി. പക്ഷേ ആ നാഴിക താഴ്ചയുടെയും തകർച്ചയുടെയും ആയിരുന്നില്ല. That was the hour to be glorified. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, എന്ത് പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യണം എന്നറിയാത്ത വേളകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, do not be afraid, do not be dismayed. അത് നീ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴികയാണ്. 12-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എനിക്കെന്താ പറയേണ്ടിയെന്നറിയത്തില്ല. പക്ഷെ 17-ാം അധ്യായത്തിൽ പറയേണ്ടത് എന്താണെന്ന് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ വായിൽ കൊടുത്തു. 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു തിരിച്ചു പറയുക, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ. കലങ്ങിയ മണിക്കൂറിൽ പുത്രൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഗ്ലോറിഫൈ മീ ഓ ലോർഡ്, ഗ്ലോറിഫൈ മീ ഓ ലോർഡ്, ഗ്ലോറിഫൈ മീ ഓ ലോർഡ്, ഗ്ലോറിഫൈ മീ ഓ ലോർഡ്.